പട്ടിക്കാട് ജാമിയ നൂരി ആവട്ടെ, അതുപോലെ തന്നെ ചെമ്മാട് ദാറുൽ ഹുദ ആവട്ടെ, അതുപോലെ തന്നെ വളാഞ്ചേരി കാർത്തല മർക്കസ് ആവട്ടെ, സുന്നി സ്ഥാപനങ്ങൾ എന്ന് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറഞ്ഞ സ്ഥാപനങ്ങളായിരുന്നില്ലേ? എന്ത് പറ്റി ഇവക്കൊക്കെ? അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കണം. ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി ഒരു സ്ഥാപനത്തിന്റെ ഒരു ആർട്ട് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാലി ഞാൻ കാണാനിടയായി. ഇപ്പൊ പുതുതായിട്ട് നടന്നത്. ഇതിനു മുമ്പും അത്തരത്തിലുള്ള റാലി അവിടെ നടന്നിട്ടുണ്ട്. അന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞതുമാണ്. തങ്ങളുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. ഉദാഹരണമായിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ വലിയ ഒരു ദേശീയ കലാമേള, ഒരു സിബാക്ക് എന്ന പേരിൽ ഇവിടെ വർഷം തോറും നടത്തി വരുന്നതാണ്. കുട്ടികൾ, ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനത്തിലുള്ള കുട്ടികൾ വന്നുകൊണ്ട് വിവിധ കലകൾ അവർ പ്രകടിപ്പിച്ചു. പക്ഷേ അതിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന കുട്ടികൾ, സമസ്തയുള്ള കുട്ടികൾ, ഇവിടെ നമ്മുടെ ഉസ്താദന്മാരുടെയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരുടെയൊക്കെ നിർദ്ദേശത്തിന് വിപരീതമായി കൊണ്ടിട്ട് ഒരു നമുക്ക് യോജിക്കാൻ പറ്റാത്ത, ഇസ്ലാമികമായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത, സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളോട് എതിരായ നിലക്കുള്ളതായ ഒരു ചെറിയ ഒരു പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചു. അതിൽ നമ്മൾ ഖേദിക്കണം, നിർവാജ്യം ഖേദിക്കണം. സമസ്തയുള്ള ജമിയത്തുൽ ഉലമക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്കോ SMF-നൊന്നും അതിൽ യാതൊരു ബന്ധമില്ല. അത് കുട്ടികളിൽ നിന്നൊരു അബദ്ധം അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇനി മേലിൽ അങ്ങനത്തെ ഒരു അബദ്ധം ഈ കമ്പൗണ്ടിൽ വെച്ചുകൊണ്ടിട്ട്, ഈ ക്യാമ്പസിൽ വെച്ചുകൊണ്ടിട്ടോ, ഇതിനോട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടതായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിൽ വെച്ചൊന്നോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തരികയാണ്. അപ്പൊ അതിന്റെ പേരിൽ സ്ഥാപനത്തിനെ ചെറുതായി കാണിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെ കളങ്കം വരുത്തുന്ന നിൽക്കുന്നതായ പ്രസ്താവനകളും മറ്റും നമ്മൾ ആരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. തങ്ങളുടെ ഈ വാക്കുകൾക്ക് പുല്ല് വിലയാണ് അവർ നൽകിയത്. ഇപ്പോ ഈ 2025 തുടക്കത്തിലും സിബാക്ക് എന്ന പേരിൽ അവർ വീണ്ടും പരിപാടി സംഘടിപ്പിച്ചു. വലിയ ഘോഷയാത്ര പരിപാടികൾ മറ്റുള്ളതിനെ കവച്ചു വെക്കുന്ന രീതിയിലായിരുന്നു. അനിസ്ലാമികപരമായിട്ട് ഒരുപാട് പ്രചരണ വേഷങ്ങളൊക്കെ അതിൽ നമ്മൾ കാണാനിടയായി. ആ വീഡിയോയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം. സാഹിത്യ പ്രതിഭാവിലാസങ്ങൾ മാറ്റൊരുക്കുന്ന വിശ്വമോഹന മൂല്യങ്ങളുടെ വസന്തോത്സവം സിബാക്ക്. വൈവിധ്യങ്ങളുടെ വൈചിത്രങ്ങൾ കൊണ്ട് സമുദായ കേരളത്തിന്റെ മനം കവർന്ന് നന്മയുടെ വഴിയിൽ നേരിന്റെ നിലാവായ ഇസ്ലാമിക കലോത്സവം ദാറുൽ ഹുദ സിബാക്ക് ഇന്ന് മുതൽ 6 ദിവസങ്ങളിൽ ദാറുൽ ഹുദയുടെ അക്ഷരമുറ്റത്തരങ്ങേറുമ്പോൾ നേരിന്റെ വഴികളിൽ സാഹിത്യ പ്രതിഭാവിലാസങ്ങൾ മാറ്റൊരുക്കുന്ന വിശ്വമോഹന മൂല്യങ്ങളുടെ വസന്തോത്സവം സിബാക്ക്. വൈവിധ്യങ്ങളുടെ വൈചിത്രങ്ങൾ കൊണ്ട് സമുദായ കേരളത്തിന്റെ മനം കവർന്ന് നന്മയുടെ വഴിയിൽ നേരിന്റെ നിലാവായ ഇസ്ലാമിക കലോത്സവം ദാറുൽ ഹുദ സിബാക്ക് ഇന്ന് മുതൽ 6 ദിവസങ്ങളിൽ ദാറുൽ ഹുദയുടെ അക്ഷരമുറ്റത്തരങ്ങേറുമ്പോൾ. ചെമ്മാട് ദാറുൽ ഹുദ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിലുള്ള ഇത്തരം ഘോഷയാത്ര കണ്ടപ്പോൾ വളരെ വേദന തോന്നിയാണ്. കേവലം 7ാം ക്ലാസ് മാത്രം മദ്രസയിൽ പഠിച്ച എനിക്കറിയാം പ്രചരണ വേഷങ്ങൾ ഇസ്ലാമികപരമായിട്ട് തെറ്റാണെന്നുള്ളത്. ഈ സ്ഥാപനങ്ങൾ ഇസ്ലാമികപരമായിട്ടുള്ള സ്ഥാപനമാണ്. പ്രത്യേകിച്ച് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ചെമ്മാട് ദാറുൽ ഹുദ. അവിടെ നടക്കുന്ന ഇത്തരം കലോത്സവങ്ങൾ ഒരിക്കലും തങ്ങളത് നടക്കൂല, ഇനി അവിടെ ഉണ്ടാവുകയില്ലെന്ന് വാക്ക് പറഞ്ഞു. പിന്നെയും ആ തങ്ങളുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അത് വീണ്ടും ഒരു വെല്ലുവിളിയോട് കൂടി അത് നടത്തിയിരിക്കുകയാണ്. അവിടെ എങ്ങോട്ട് പോകുന്നു കാര്യങ്ങളുടെ പോക്ക്, വളരെ വേദന തോന്നുന്നു. അതുപോലെ തന്നെ കാർത്തല മർക്കസ്, വളാഞ്ചേരി കാർത്തലയിൽ ഉള്ള മർക്കസ്, അതൊക്കെ ഒരു സമസ്തയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളൊക്കെ കരുതിയിട്ടുള്ളത്. ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം എന്താണ്? ആ സ്ഥാപനത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാഫി ഫെസ്റ്റ് എന്ന് പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. വാഫികളെയും അതുപോലെ തന്നെ ആദർശേരി മുസ്ലിയാരൊക്കെ സമസ്തയിൽ നിന്ന് ഒഴിവാക്കിയതാ. എന്നിട്ട് പോലും അവരുടെ പരിപാടി നടക്കുന്നത് ആ സമസ്തയുടെ സ്ഥാപനത്തിൽ. വളരെ വേദന തോന്നുന്നു. അതുപോലെ തന്നെ ഈ സമസ്തയ്ക്ക് കീഴിലുള്ള മറ്റൊരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ. ഈ ജാമിയ നൂരിയയില് വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ്. വിവിധ രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുകയാണ്. ഇവരൊപ്പം നിൽക്കുന്ന സമസ്തയിലെ മുഷാവറ അംഗങ്ങൾക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് കാര്യങ്ങൾ ഇങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും ചില മസ്ലത്തിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഏതാനും സുന്നി സ്ഥാപനങ്ങളല്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകട്ടെ. അത്ര സ്ഥാപനങ്ങൾ സമസ്ത ഉണ്ടാക്കിയതൊക്കെ അതിനു വേണ്ടിയിട്ടല്ലേ? അതല്ലേ നമ്മൾ പാലിക്കപ്പെടേണ്ടത്? ആ രീതിയിലല്ലേ ഈ 2-3 സ്ഥാപനങ്ങൾ പോവേണ്ടത്? അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ ഉണ്ടാകും. ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത് ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന ഈ പരിപാടിയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നെത്തിയ ആളുകളാണെന്നാണ് പറഞ്ഞത്. ആ സ്ഥാപനങ്ങളൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താകും? പ്രച്ഛന്ന വേഷം ഇസ്ലാമിൽ തെറ്റില്ല എന്നായിരിക്കും അല്ലേ?
ഇത്തരം ആശയങ്ങളൊക്കെ എവിടുന്ന് കിട്ടി എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് സലഫി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു പരിപാടി കാണാനിടയായി. അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി ഞാൻ കാണിക്കാം. ഇത് മുജാഹിദ് വിഭാഗം ഒരു കാലത്ത് നടത്തിയതാണ്. അന്ന് ഇതിനെതിരെ സുന്നികളായിട്ടുള്ള AP ആവട്ടെ EK വിഭാഗമാവട്ടെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചതാണ്. ഇതിൽ പലയാതി പ്രച്ഛന്ന വേഷങ്ങളും പല രീതിയിൽ കലാരൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് തെറ്റാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സലഫി ഫെസ്റ്റിനെതിരെ വ്യക്തമായിട്ട് രംഗത്ത് വന്നതാണ്. അതിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. വളരെ വേദന തോന്നുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണേ എന്ന പ്രാർത്ഥന നമുക്കിത് കാണുമ്പോഴുള്ളൂ. എന്തായാലും ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ വാക്കിന് പുല്ല് വില പോലും അവരാരും നൽകില്ലല്ലോ എന്നുള്ള വലിയൊരു വേദന മനസ്സിലുണ്ട്.